ഇന്ത്യയുടെ വിപ്ലവ വീരൻ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായത് എങ്ങനെയെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കൊൽക്കത്തയിലെ വസതിയിൽ കനത്ത പോലീസ് കാവലിൽ വീട്ടുതടങ്കലിലായിരുന്നു ബോസ്. എന്നാൽ ഇന്ത്യക്ക് പുറത്തുപോയി വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാരെ നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ രഹസ്യ നീക്കത്തിന് സഹായിയായി കൂടെയുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായിരുന്ന ശിശിർ കുമാർ ബോസ് ആയിരുന്നു. ബ്രിട്ടീഷുകാരെ കബളിപ്പിക്കാൻ അദ്ദേഹം ഒരു വേഷപ്പകർച്ച നടത്തി. മുടി വെട്ടി ഒതുക്കി താടി നീട്ടി വളർത്തി ഒരു മുസ്ലിം മതപണ്ഡിതനായി അദ്ദേഹം മാറി. മുഹമ്മദ് സിയാവുദ്ദീൻ എന്ന വ്യാജപ്പേരും ഇൻഷുറൻസ് ഏജന്റ് എന്ന വിലാസവുമാണ് അദ്ദേഹം സ്വീകരിച്ചത്. കണ്ണട മാറ്റുകയും പത്താനി വേഷം ധരിക്കുകയും ചെയ്തതോടെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അദ്ദേഹം മാറി. ജനുവരി 16 രാത്രി 1:30 ശിശിർ ബോസിൻ്റെ വാണ്ടർ എന്ന കാറിൽ അദ്ദേഹം രഹസ്യമായി വീട്ടിൽ നിന്നിറങ്ങി. പോലീസുകാരുടെ ശ്രദ്ധ തിരിക്കാൻ കുറച്ചു ദിവസമായി അദ്ദേഹം ആരെയും കാണാതെ മുറിക്കുള്ളിൽ തന്നെ കഴിയുകയായിരുന്നു എന്ന് പറയപ്പെട്ടു. കാറിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ വളരെ ദൂരം കഴിഞ്ഞാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്തത് എന്നും പറയപ്പെടുന്നു. കൊൽക്കത്തയിൽ നിന്നും കാറിൽ യാത്ര ചെയ്ത് ബീഹാറിലെ ഗോമോ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ട്രെയിൻ മാർഗം പെഷവാറിലേക്കും പിന്നീട് കാബൂൾ വഴി റഷ്യയിലേക്കും ജർമ്മനിയിലേക്കും അദ്ദേഹം യാത്ര തിരിച്ചു. 10 ദിവസത്തിന് ശേഷമാണ് ബോസ് രക്ഷപ്പെട്ട വിവരം ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗം അറിയുന്നത് എന്നും പറയപ്പെടുന്നു. എങ്ങനെയുണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവിതത്തിൽ നടന്ന രസകരവും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ജീവിത സംഭവം? അടുത്ത ദിവസം മറ്റൊരു കഥയുമായി അല്ലെങ്കിൽ മറ്റൊരു ചരിത്ര സംഭവവുമായി വീണ്ടും കാണാം.